എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എന്തിനാ അത് ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനൊരു സ്പേസിൽ വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെതായ എല്ലാ നെർവസ്നെസ്സും എനിക്കുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം റിയലി 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 ഹാപ്പി ദാറ്റ് ഐ മെയ്ഡ് ഇറ്റ് അഗെയിൻ. ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ തിരിച്ചു വരും എന്നുള്ളത്. സോ യെസ്, അപ്പോ ഈ ഒരു വീഡിയോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്നെ പറ്റിയും എന്റെ ചാനലിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്നെ പറ്റി പറയാനാണെങ്കിൽ എന്റെ പേര് ഇമ, എന്റെ പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്രം ആണ്. ഞാനൊരു BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ഐ വാസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ബിഫോർ. അതൊരു ലോങ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ 13ാമത്തെ വയസ്സിലാണ്. അറൌണ്ട് 18 വയസ്സ് വരെ ഞാനൊരു നല്ല കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് എന്റെ പ്രൊഫൈൽ. ഞാൻ മോജിലായിരുന്നു എന്റെ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചു. ഞാനൊരു ലോങ് ഗ്യാപ്പ് എടുത്തു. ലോങ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഇയർ ലോങ് ഗ്യാപ്പ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എന്തിനാ അത് ചെയ്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതിനും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ എന്തുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നു, എന്തുകൊണ്ട് ഈ ഒരു ബ്രേക്ക് എടുത്തു, ഇതെല്ലാം വലിയ സ്റ്റോറിയാണ്. സോ ഉറപ്പായിട്ടും ഞാൻ എന്റെ ചാനലിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ സൂൺ തന്നെ എനിക്ക് അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ലോങ് ഗ്യാപ്പ് എടുത്തു. ഗ്യാപ്പ് എടുത്ത സമയത്താണ് സത്യം പറഞ്ഞ എന്തോ ഒരു കുറവ്, ഒരു ഇൻകംപ്ലീറ്റ്നെസ് എനിക്ക് വന്നതുപോലെ ഫീൽ ചെയ്തത്. ബിക്കോസ് ഐ വാസ് റിയലി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കൊളാബറേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഓൾസോ. അത് ഞാൻ വളരെ പ്രൗഡ് ആയിട്ടാണ് പറയുന്നത്. അത്രയും ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ബൈ മേക്കിംഗ് കോണ്ടന്റ്സ്. ഓക്കെ, അപ്പൊ അത് ചെറിയ കാര്യമല്ല അല്ലെ. ഒരു 13 ഇയർ ഓൾഡ് ഗേൾ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക, അറൌണ്ട് 18 ഇയേഴ്സ് വരെ നന്നായിട്ട് അതിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ചെറിയ കാര്യം അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഗേൾ എന്നുള്ള നിലയിൽ അതൊരു ചെറിയ കാര്യമല്ല. അത് ഞാനെന്നല്ല, ഏത് പെൺകുട്ടിയാണെങ്കിലും അവരുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ് അവർ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമേ അല്ല. അപ്പൊ അങ്ങനെ ഇരിക്കവെയാണ് ഞാനൊരു ലോങ് ഗ്യാപ്പ് വരുന്നതും. ആ ഗ്യാപ്പിന് ശേഷം പിന്നെ എനിക്ക് ടച്ച് കംപ്ലീറ്റ്ലി പോയി എന്ന് വേണം പറയാൻ. ദെൻ ഐ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ഫോക്കസിങ് ഓൺ മൈ സ്റ്റഡീസ്. 3 വർഷം കംപ്ലീറ്റ്ലി പഠിത്തം മാത്രമായിരുന്നു എന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ്, വാട്ട്സ് നെക്സ്റ്റ്, അടുത്തത് എന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. അപ്പോഴാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിൽ ആ സമയത്ത് വന്നത്, വൈ, എന്തുകൊണ്ട് എനിക്ക് ഈ കോണ്ടന്റ് ക്രിയേഷൻ റീസ്റ്റാർട്ട് ചെയ്തുകൂടാ? കാര്യം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാഷനാണിത്. ആൻഡ് എനിക്ക് എന്തുകൊണ്ട് ആ പാഷൻ ഒരു പ്രൊഫഷൻ ആക്കിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോട്ട് വരുന്നത്. മാത്രമല്ല, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് നല്ലൊരു പുഷ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് എന്റെ ഫാമിലി നിന്നാവട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നാവട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരിൽ നിന്നാവട്ടെ. ലൈക്ക് ഈ ഒരു 3 വർഷത്തിന് മുന്നേ ഞാൻ ഈ ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോഴും എന്നോട് എന്തുകൊണ്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സോ അന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ എന്നും നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവരെവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയതിനൊക്കെ ശേഷമാണ് ഞാൻ അഗെയിൻ ബാക്ക് ടു ദിസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ അറൌണ്ട് ഇപ്പൊ ഒരു 2 months ആയി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഈ 2 months എനിക്ക് കിട്ടിയ റിവ്യൂസും സപ്പോർട്ടും അത്ര ചെറുതല്ല ഗൈസ്. അത്രത്തോളം എന്താ പറയാ, എനിക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഈ റിവ്യൂസും ഈ പറയുന്ന സപ്പോർട്ടും. കാര്യം 2 മാസത്തിന് മുന്നേ ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്താണോ വരുന്നത് അത് വരട്ടെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ എന്നെ അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും ഒരുപാട് നല്ല റിവ്യൂസ് എനിക്ക് കിട്ടി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോ ചാനൽ തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നിട്ട് ഇത് ചെയ്യാം, ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നുള്ള ലെവലിൽ. ആൻഡ് നൗ ഐ എം ബാക്ക്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടെ കൂട്ടുക, സപ്പോർട്ട് ചെയ്യുക. എന്ത് പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ്സ് ആണെങ്കിലും എന്ത് ഒപ്പീനിയൻസ് ആണെങ്കിലും പ്ലീസ് ഡു ലെറ്റ് മീ നോ. സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് 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 താങ്ക് യു. ഐ എം റിയലി റിയലി ഹാപ്പി. എന്ത് പറയണം എന്നറിയില്ല. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം പിറകെ നമ്മുടെ ചാനലിൽ കാണാം. അപ്പൊ ശരി.